2022 ജൂൺ 30th നടന്ന ജെഇ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സെക്ഷൻ എ നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ ബി ആണ് ചെയ്യുന്നത്. സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം സെൻറ്റർ ഒ ഓഫ് ദ പാർക്ക് ആൻഡ് കംസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ following path OPQO as shown in the figure. The radius of path taken by the person is 200 meter and he takes 3 minutes 58 seconds to complete his journey. The average speed of the person. Average velocity alla ചോദിച്ചിട്ടുള്ള average speed ആണ്. Average velocity ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയായിരുന്നു average velocity 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട്. ഇവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് V ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്, പിന്നെ ഈ കേർഡ് പാത്ത് എന്ന് പറഞ്ഞാൽ πr/2 ഉണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2R പ്ലസ് πr/2 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ്. ടൈം ടേക്കൺ എത്രയാണ്? 3 മിനിറ്റും 58 സെക്കൻഡ്. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 180 സെക്കൻഡായി. പിന്നെ ഒരു 58 കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ 8 3 238. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 200 മീറ്ററിന്. അപ്പം 2R എന്നുള്ളത് 2 × 200 വിച്ച് ഈസ് 400 പ്ലസ് ഇവിടെ 200 ഡിവൈഡ് ബൈ 2 100 പൈ ഡിവൈഡഡ് ബൈ what is the time? 238. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 400. പൈയുടെ വാല്യൂ 3.14. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 314 ഡിവൈഡഡ് ബൈ 238. അതെത്ര കിട്ടും? 714 ഡിവൈഡഡ് ബൈ 238. 8 3 24. അപ്പോൾ വെലോസിറ്റി സ്പീഡ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 3 മീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ് ആൻസർ ഈസ് 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ. ആൻ എംപ്ലോയി ഓഫ് എ ഫാക്ടറി മൂവിങ് എവേ ഫ്രം ഹിസ് വർക്ക് പ്ലേസ് ബൈ എ കാർ ലിസൺ ടു ദ സൈറൻ ഓഫ് ഫാക്ടറി. ഹി ഡ്രൈവ്സ് ദ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 72 കിലോമീറ്റർ പെർ അവർ. 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് which is blowing 72 km per hour. വിൻഡിൻ്റെ വെലോസിറ്റി 72 km per hour ആണ്. ഒബ്സർവറിൻ്റെ വെലോസിറ്റി 72 km per hour ആണ്. ഫ്രീക്വൻസി ഓഫ് സൈറൻ 720 എന്ന് തന്നിട്ടുണ്ട്. എംപ്ലോയി ഹിയേഴ്സ് ആൻ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഓഫ്. സാധാരണഗതിയിൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ V മൈനസ് VO ഡിവൈഡഡ് ബൈ V. ദിസ് ഈസ് ദ ഇക്വേഷൻ വി റൈറ്റ്. ഇവിടെ വിൻഡ് ഉണ്ട്. വിൻഡ് ഇല്ലെങ്കിലാണ് ഇങ്ങനെ ഇക്വേഷൻ എഴുതുക. വിൻഡ് ഉള്ളതുകൊണ്ട് വിൻഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വേവ്. സൗണ്ട് വേവിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ദെയർഫോർ V പ്ലസ് W എന്ന് എഴുതണം. ഹിയർ ഓൾസോ V പ്ലസ് W യു ഹാവ് ടു റൈറ്റ്, വേർ W ഇസ് ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ്. അപ്പോൾ F ഡാഷ് ഈസ് ഈക്വൽ ടു F എത്രയാണെന്നാണ് പറഞ്ഞത്? 720. V പ്ലസ് V വെലോസിറ്റി ഓഫ് സൗണ്ട് 340 പ്ലസ് വെലോസിറ്റി ഓഫ് ദ വിൻഡ് 20 ആണ്. വെലോസിറ്റി ഓഫ് ദ ഒബ്സർവർ 20 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഡിവൈഡഡ് ബൈ 340 പ്ലസ് 20. ഇത് എത്ര കിട്ടി? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 720 ഇൻറ്റു 340 മുകളിൽ വന്നു, 360 താഴെ. അപ്പോൾ 362 ടൈംസ് 720. അങ്ങനെ നമുക്ക് 680 എന്ന് ആൻസർ കിട്ടി. 680 hertz. That is the apparent frequency heard by the employee. Answer is 680. 23rd question ലേക്ക് പോകാം. അടുത്ത question. 4 particles with mass 1 kg, 2 kg, 3 kg, 4 kg are situated at the corners of a square with side 1 meter as shown in the figure. The moment of inertia of the system about the axis passing through the point O and perpendicular to the plane of the square. Moment of inertia കണ്ടുപിടിക്കണം about this point perpendicular to the plane of the figure. ഓക്കെ, എല്ലാ മാസും ഒരേ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഹൗ ടു ഡു ദാറ്റ്? മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഈസ് ഈക്വൽ ടു M. M സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ടോട്ടൽ മാസ് എത്രയാണെന്ന് നോക്കിയേ. ടോട്ടൽ മാസ് 3 7 8 2 10.
10 kg. ഡിസ്റ്റൻസ് എത്രയാണ്? √2 പകുതി എന്ന് പറഞ്ഞാൽ 1/√2 ആണ് ഡിസ്റ്റൻസ്. 1 ഡിവൈഡഡ് ബൈ √2 സ്ക്വയർ. അങ്ങനെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഈസ് ഈക്വൽ ടു 5 kg മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ആൻസർ ഈസ് 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. The excess pressure inside the liquid drop is 500 Newton per meter square. If the radius of the drop is 2 millimeter, the surface tension of the liquid is x into 10 to the minus 3 Newton per meter. The value of x is equal to excess pressure. ഇത് ബബിൾ അല്ല, ഇതൊരു എന്താണ്, ലിക്വിഡ് ഡ്രോപ്പ് ആണ്. Therefore excess pressure is equal to 2t divided by r ആണ്. നമുക്ക് ടി ആണ് ഇവിടെ വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എക്സസ് പ്രഷർ ഇൻറ്റു റേഡിയസ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ എക്സസ് പ്രൈമിൻ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. എന്താ? എക്സ് ഇൻറ്റു 10 to the minus 3 എന്നുണ്ട്. ലെറ്റ് മീ റൈറ്റ് എക്സ് ഇൻറ്റു 10 to the minus 3. എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സസ് പ്രഷർ എത്രയാണ്? 500 എന്ന് വന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? 2 millimeter എന്നാണ്. 2 ഇൻറ്റു 10 to the minus 3 ഡിവൈഡഡ് ബൈ 2. രണ്ട് സെല്ലും 10 to the minus 3 കൊണ്ട് വെട്ടിക്കളയാം. അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. സോ ആൻസർ നിങ്ങൾ എഴുതേണ്ടത് മറ്റൊന്നുമല്ല, 500. എക്സ് ഈസ് ഈക്വൽ ടു 500. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 8 സിമിലർ ഡ്രോപ്പ് ഓഫ് മെർക്കുറി ആർ മെയിൻറ്റെയിൻഡ് അറ്റ് 12 volt ഈച്ച്. All these spherical drops combined into a single drop. The potential energy of the big drop will be dash E, where E is the potential energy of a small drop. Okay. നിങ്ങൾക്കറിയാം ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ് ഇൻ ദിസ് കേസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബിഗ് ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്മോൾ ഈസ് ഈക്വൽ ടു n to the power 5/3 ആണെന്ന് നിങ്ങൾക്കറിയാവുന്ന റിസൾട്ടാണ്. n ഈസ് ദ നമ്പർ ഓഫ് ഡ്രോപ്സ്. അപ്പം E ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു 8 ഡ്രോപ്പ് ആണ് ഇവിടെ കൊളൈസ് ചെയ്ത് 8 to the power 5/3 ടൈംസ് വാട്ട്? സ്മോൾ ലെറ്റർ E. സ്മോൾ ലെറ്റർ E, നോട്ട് E, where E is the energy of the smaller drop. Therefore energy of the big drop is equal to this is 2 to the power 5 E. 2 to the power 5. 2 to the power 5 is nothing but 32 E. That's what you are getting. 32 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ. Circuit diagram of potentiometer used to measure the internal resistance of a cell E is shown in the figure. The key K is kept closed so as to send constant current through the potentiometer wire. K1 is kept open. The null point is found to be 120 on a potentiometer wire. K1 is closed. Null point is 180. Then the potentiometer internal resistance is equal to. ഇത് ഓപ്പൺ ആയിരുന്നപ്പോൾ null point 120 ആണെന്നാണ് പറഞ്ഞത്. അത് ഓപ്പൺ ആകുമ്പോൾ null point refers to what? The EMF of the battery. EMF is equal to phi L1. Phi is the potential gradient or potential drop per unit length. അതുപോലെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ടെർമിനൽ വോൾട്ടേജ് ആണ്. ടെർമിനൽ വോൾട്ടേജ് V is equal to phi L2. നമുക്കറിയാം internal resistance of a cell is equal to E by V minus 1 into R. This equation is known to you. E by V എന്നുള്ളത് എനിക്ക് എന്ത് എഴുതാം? L1 by L2 what minus 1 into R, where R is the external resistance through which the current is drawn. ഇവിടെ R തന്നിട്ടുണ്ട്, 4 ohm എന്ന് തന്നിട്ടുണ്ട്. Therefore R is equal to 120 divided by 80 minus 1 into 4. That is 0.5 into 4, which is equal to 2 ohm. The internal resistance of the cell is nothing but 2 ohm here. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. A series LCR circuit with R is equal to 250 divided by 11 ohm, XL is equal to 70 divided by 11 ohm is connected across 220 volt 50 hertz supply. The value of capacitance needed to maximize the power. Maximize the power will be power maximize ചെയ്യണമെങ്കിൽ LCR circuit should be in resonance. LCR circuit should be in resonance. When it is in resonance, you know XC must be equal to XL. ഈ കണ്ടീഷനിലാണ് റെസൊണൻസിലാകുക. റെസൊണൻസിലാകുമ്പോഴാണ് പവർ മാക്സിമം ആകുക. എക്സി എന്നുള്ളത് 1 ഡിവൈഡഡ് ബൈ സി ഒമേഗ എന്ന് എഴുതാം.
സി ഒമേഗ എന്നുള്ളത് 2 പൈ എഫ് എന്ന് എഴുതാം, കാരണം എഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു എക്സ് എൽ. എനിക്ക് സി ആണ് വേണ്ടത്. സി ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ വാട്ട് 2 പൈ എഫ് ഇൻറ്റു എക്സ് എൽ. നൗ ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ റെലവൻറ്റ് ക്വാണ്ടിറ്റീസ്. 1 ഡിവൈഡഡ് ബൈ 2 അതുപോലെ എഴുതി. പൈ എന്ന് പറഞ്ഞത് 22 ഡിവൈഡ് ബൈ 7 ആണെന്ന് പറയുന്നുണ്ട്. ഫ്രീക്വൻസി 50 ആണ്. ഇൻറ്റു വാട്ട് എക്സ് എൽ 70 ബൈ 11 ആണ്. 70 ബൈ 11 നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന എല്ലാം വെട്ടിക്കളയാം. വാട്ട് ഇത് 2, this is 10, 20 into 2000. What you will get here? Here, let me cut it. This is 2 times, this is 10 times, upper 500 into 4, 2000. That is 1 divided by 2000. That C is equal to 0.5 into 10 to our minus 3. നമുക്ക് വേണ്ടത് മൈക്രോ ഫാരഡിലാണ്. ഇതിനെ നമുക്ക് 500 into 10 to our minus 6 ഫാരഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 500 മൈക്രോ ഫാരഡ്. 500 മൈക്രോ ഫാരഡ്. ആൻസർ ഈസ് 500. 28th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ പ്രിസം ഈസ് √2 the angle of emergence under minimum deviation position of the prism. Minimum deviation position എന്ന് പറയുന്നുണ്ട്. See, this angle is what we want. This angle of emergence. ഈ ആംഗിൾ 60 ആണ്. ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുന്നുണ്ട്. ഇത് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് R1 + R2 is equal to A. A is the angle of the prism. മിനിമം ഡീവിയേഷൻ പൊസിഷൻ ആയതുകൊണ്ട് R1 R2 A/2 ആയിരിക്കും. ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 എന്ന് തന്നിട്ടുണ്ട്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അറ്റ് ദ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് വാട്ട് √2 ടൈംസ് സൈൻ 30 ഈസ് ഈക്വൽ ടു, പുറത്ത് എയർ ആണ്, 1 ടൈം സൈൻ ഇ. അപ്പോൾ സൈൻ ഇ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. ഇ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത്. therefore the answer is 45 degree. ഇനി 29th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. Hydrogen atom in first excited state absorb a photon of energy x into 10 to the minus 2 electron volt and excited to higher energy state where the potential energy of the electron is minus 1.08 electron volt. നോക്കൂ, potential energy is given. Value of x എത്രയാണെന്നാണ് ചോദ്യം. Potential energy അറിയാമെങ്കിൽ you can go for total energy. Total energy in that orbit is equal to potential energy യുടെ പകുതിയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. Therefore, this is minus 1.08 divided by 2 which is equal to 0.54 with a minus sign electron volt. ഇനി ഇത് ഏത് ഓർബിറ്റിലാണ് ഈ എനർജി ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. n നമുക്ക് ഓൾറെഡി അറിയാം. En is equal to what? En is equal to, in case of hydrogen atom, 13.6 divided by n square ആണ്. ഇതിൽ നിന്ന് n square കണ്ടുപിടിക്കാം. n square is equal to minus 13.6 divided by minus 0.54 because energy is 0.54 ആണ്. ഇത് നമുക്ക് 25 എന്ന് കിട്ടി അല്ലേ? 25. അപ്പോൾ n എത്ര കിട്ടി? ഇതിൽ നിന്ന് n is equal to 5 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുള്ളത് ഏത് ഓർബിറ്റിലാണ്? 5th ഓർബിറ്റിലാണ്. ഇനിയും നമുക്ക് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E5 5th മൈനസ് ഇത് ഈ ഹൈഡ്രജൻ ഈസ് ഇൻ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റാണ് E2. E5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡെൽറ്റ ഇ ഇവിടെ തന്നിട്ടുണ്ട്. x ഇൻറ്റു 10 to the power minus 2 എന്ന് തന്നിട്ടുണ്ട്. E5 നമ്മൾ ഓൾറെഡി minus 0.54 മൈനസ് സെക്കൻഡ് ഓർബിറ്റിലെ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് 3.4 ആണ്. minus 3.4. Let us substitute that. Subtract that. 3.4 minus 0.54 അല്ലേ? ഒരു 0 ഇവിടെ കൊടുത്തു. അങ്ങനെ ഇത് 6 ആയി. ഇത് 7. What is that? 6 8 this 286. This is x into 10 to the power minus 2 is equal to 2.86 എന്ന് വന്നു. അപ്പോൾ x is equal to what? 286. That's our answer. X is equal to
286. ഇനി 30th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ. The circuit diagram used to study the characteristic curve of Zener diode connected to a variable power supply 0 to 15 volt as shown in the figure. A Zener diode with a maximum power Vz 10 volt, maximum potential Vz is equal to 10 volt and maximum power dissipation 0.4 watt is connected across a potential divider arrangement. The value of resistance Rp connected in series with the Zener diode to protect it from damage. ഓക്കെ, ഇതൊരു വേരിയബിൾ പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ 0 to 15. അപ്പോൾ മാക്സിമം 15 ആണ്. ഇത് മാക്സിമം ആകുമ്പോൾ ഓക്കെ, ഇത് എപ്പോഴും ഈ സിനാർ ഡയോഡിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എപ്പോഴും എത്രയായിരിക്കും? 10 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 10. അപ്പോൾ 15ൽ 10 പോയാൽ ബാക്കിയുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ആകുന്നത്. ഹൗ മച്ച്? 5 വോൾട്ട്. അപ്പം ഇതിലെ കറണ്ടൂടെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീരീസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം പൊട്ടൻഷ്യൽ ഉണ്ട്, കറണ്ടൂടെ കണ്ടുപിടിച്ചാൽ ആർ പി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കുക? കറണ്ട് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് പവർ ഡിവൈഡഡ് ബൈ പവർ അക്രോസ് ദ സിനാർ. യുനോ പവർ ഡിസിപ്പിയേഷൻ അറിയാം, അത് സിനാറിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾക്കറിയാം. പവർ എത്രയാണ്? പവർ ഡിസിപ്പിയേഷൻ ഈസ് ഈക്വൽ ടു 0.4. സിനാറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ട്. ദെർഫോർ 0.04. That is the current. Current അറിയാമെങ്കിൽ why can't you find resistance? Rp is equal to V by I. V എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. How much is that? 5. Divided by current 0.04. That can be written as 500 divided by 4. 500 divided by 4 is 1, 2 times, 5 times. അപ്പം 125 ohm is the right answer. 125. Okay, that is all about this discussion. Thank you.